പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇ.ഡി. റെയ്ഡ് ഇത്രയും നാളും രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. എന്നാൽ ഇന്നലെ ബിനോയ് വിശ്വം പറയുന്നു മകൾക്കെതിരെ നടന്ന ഒരു റെയ്ഡാണ്, അത് രാഷ്ട്രീയ പ്രേരിതമല്ല, പിന്നെ ഇ.ഡിക്ക് എതിരെ നടന്നത് വല്ലാത്തൊരു ആക്രമണമായി പോയെന്ന്. ഇപ്പോഴാണോ സഖാക്കൾക്ക് ബോധം വന്നു തുടങ്ങിയത്? സഖാക്കൾക്ക് എന്നല്ല, CPIക്ക് കുറച്ചെങ്കിലും വീണ്ടും വിചാരം എത്തിയോ എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. കാരണം CPIഎമ്മിന്റെ ഏത് ചെയ്തികൾക്കും മിണ്ടാതെ കുട പിടിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കൂടെ വളരുന്ന ഇത്തിൽക്കണ്ണിയായിട്ട് പടരുന്ന ഒരു പാർട്ടിയായിട്ട് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു CPIയുടെ ഒരു അവസ്ഥ. അല്ലെങ്കിൽ പണ്ടെല്ലാം ഒരു വിപ്ലവ സമരങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന അധികായന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു പാർട്ടി, ഇതിപ്പോൾ 2026 എത്തിയപ്പോൾ ഒരു തുക്കട ഒരു രാഷ്ട്രീയ പാർട്ടി ആയ പോലെ അതപ്പതിച്ച ഒരവസ്ഥയാണ്. അപ്പോൾ സ്വന്തമായിട്ട് അഭിപ്രായം പറയണമെങ്കിൽ പോലും അതായത് സഖ്യകക്ഷി അല്ലെങ്കിൽ കൂടെയുള്ള കക്ഷി അണികളുടെ എന്താ പറയുക അനുവാദം വേണം. ഞാനൊന്ന് അനുവാദം പറഞ്ഞോട്ടെ അനിയ എന്നുള്ള ഒരു അവസ്ഥയിലെത്തി CPI എന്ന ഒരു മഹാപ്രസ്ഥാനം ഇപ്പോൾ അതപ്പതിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടന്ന് ഒരു 2 ദിവസം എങ്കിലും 3 ദിവസമെങ്കിലും എടുത്തു അദ്ദേഹത്തിന് ഈ ബിനോയ് വിശ്വത്തിന് ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ. അതിനു മുമ്പുള്ള എല്ലാ നേതാക്കളും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു സംസ്ഥാന കൗൺസിലിലാണ് ബിനോയ് വിശ്വം തൻ്റെ ഒരു, അല്ലെങ്കിൽ ആ ഒരു നേതാക്കളുടെ ഒരു അഭിപ്രായം പുറത്തു വന്നത്. ബിസിനസ്സുകാരിയായ വീണ വിജയന്റെ വീട്ടിൽ നടന്ന ആ റെയ്ഡിന് എന്തുകൊണ്ട് ഇത് രാഷ്ട്രീയ വിരുദ്ധമാക്കണം, എന്തിനിതിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റണം? കാരണം വീണ വിജയൻ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ മകളാണ്. പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ ഒരു വാളോങ്ങുന്നതിന് തുല്യമാണ് ഈ വീണ വിജയനെ ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെയ്ഡ് ചെയ്യുന്നത് എന്നെല്ലാം ഇവർക്കുള്ളിലേക്കൊരു എന്താ പറയുക ഒരു വിഷം കുത്തിവെക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വീണ വിജയനെ ഇപ്പൊ അറസ്റ്റ് ചെയ്താലും അത് പിണറായി വിജയനെ വീഴ്ത്താനാണ് എന്ന് പറഞ്ഞു പരക്കും. ആ ഒരു പറഞ്ഞു വരക്കുന്ന ശ്രുതി അത് നമ്മുടെ കേരളത്തിനെ മൊത്തം ക്രമസമാധാനപരമായി ബാധിക്കും. അതിൻ്റെ ഒരു മുഖ്യ ഉദാഹരണമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് അന്ന് വൈകിട്ട് മുഴുവൻ കണ്ട പ്രതിഷേധ സമരം, അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കൊലപാതക ശ്രമവും, അല്ലെങ്കിൽ ആ ഒരു അക്രമവും കാര്യങ്ങളുമെല്ലാം. സാധാരണക്കാരന് ചോദിക്കും ഇവർക്ക് എന്താണ് ഭ്രാന്താണോ എന്ന് ചോദിക്കും. പക്ഷേ CPIഎംകാർ പറയുന്നത് ഇതിന് വലിയ മഹത്തായ വിപ്ലവം എന്നാണ്. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ കൂടെ നിന്ന് പറയണ്ടേ CPIഎം നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ്, അവരുടേതായിട്ടുള്ള ഒരു നിലപാട് പറയാൻ അവർക്ക് ധൈര്യം വേണ്ടേ? അവർ ആർജവമില്ല. ഒരു 4 ആൾ കൂടുന്ന സ്ഥലത്ത് അവരെ കുറിച്ച് അവരുടെ ഒരു ആർജവം പറയാൻ, അല്ലെങ്കിൽ നിലപാട് പറയാൻ ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു പരാജയത്തിന് കാരണം. ഇപ്പൊ സഖാക്കൾ ഇപ്പം ഈ പ്രശ്നം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നത് പിണറായിയുടെ വീട്ടിൽ കയറി അന്വേഷിച്ചു എന്നാണ്. പിണറായിയുടെ മകള് സ്വാഭാവികമായിട്ട് ആ വീട്ടിലാണുള്ളത്. അപ്പൊ ആ വീട് തന്നെ ഇ.ഡി. റെയ്ഡ് നടത്തേണ്ടത്, ഇതൊക്കെയുള്ള ചിന്തിക്കാനുള്ള ബോധം ഒന്നും ഇവർക്കില്ലാതായി പോയിരിക്കുക. തിരുവനന്തപുരത്ത് പിണറായി വിജയനെ, അല്ലെങ്കിൽ ആ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത, അല്ലെങ്കിൽ റെയ്ഡ് ചെയ്ത ആ വീടെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വാടക വീടാണ്. പ്രതിപക്ഷ നേതാവിന്റെ വാടക വീടാണ്. വീണ വിജയന്റെ ഭർത്താവ് ഉള്ളത് കോഴിക്കോട്, മുഹമ്മദ് റിയാസ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു മകൾ എവിടെയാണോ അവിടെയാണ് ഈ ഒരു റെയ്ഡ് വരേണ്ടത്. നമ്മുടെ കഷ്ടകാലത്തിന് അദ്ദേഹത്തിന്റെ കൂടെയായി പോയി വീണ വിജയൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സോഴ്സിനെ കുറിച്ചും, അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങളെല്ലാം കുറിച്ചും ഈ പിണറായി വിജയനും ഉത്തരം പറയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഇത്ര മണിക്കൂർ, അല്ലെങ്കിൽ ആ ഒരു ഇ.ഡിയുടെ റെയ്ഡ് അത്ര നേരം നീണ്ടതും, അല്ലെങ്കിൽ അവരെ അത്ര നേരം ബന്ദികളാക്കി, അല്ലെങ്കിൽ അവർ ആ ഒരു പ്രൊസീജിയർ പെട്ടുപോയത്. അല്ലാതെ ഈ പിണറായി വിജയനെ വീഴ്ത്താനുള്ള ഒരു ലാക്കോടെ വന്നതല്ല. അതിൽ അദ്ദേഹം പെട്ടുപോയതാണ്. ഈ വീണ വിജയന്റെ ഒരു വഴിവിട്ട മാസപ്പടി എന്ന ഒരു കേസിൽ പിണറായി വിജയനും ഒരു കരുവായി പോയതാണ്. പക്ഷെ അദ്ദേഹത്തിന് മകളെ രക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, മകളായി പോയില്ലേ. അപ്പോൾ ഇവരുടേതായിട്ടുള്ള ഒരു കുടുംബപരമായിട്ടുള്ള പ്രശ്നത്തിന് കേരളത്തിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നതിനോട് CPIക്ക് ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തണമായിരുന്നു, തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തണമായിരുന്നു. ഇതിപ്പോ CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഉൾപ്പെടെ എല്ലാവരും തെരുവിലിറങ്ങി യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ മാത്രം എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും തിരിഞ്ഞു കുത്തില്ലേ? അല്ലെങ്കിൽ ആകെ ശക്തി ക്ഷയിച്ച ഒരു പാർട്ടിയാണ്. ആ ഒരു പാർട്ടിയിലുള്ളവർ ഒളിഞ്ഞു പോലും ആ ഒരു അഭിപ്രായം പറയാൻ ധൈര്യപ്പെടില്ല. കാരണം CPI നേതാക്കളുടെ കയ്യൂക്കിന്റെ ചൂട് ഇവർക്ക് അറിയാൻ താല്പര്യപ്പെടുന്നില്ല. എങ്ങനെയെങ്കിലും തട്ടിമുട്ടി കഴിഞ്ഞു പോവാന്നുള്ളൊരു
ആ ഒരു ആലോചനയിലാണ് ഇപ്പോഴത്തെ CPI നേതൃത്വം. അതിനുള്ള ധൈര്യമേ ഉള്ളൂ ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾക്ക്. അപ്പം CPM-ൽ ജനങ്ങൾക്കിടയിൽ ഒരു ഇതുണ്ടായത് കൊണ്ടായിരുന്നല്ലോ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് തോറ്റത്. ഇപ്പം ഈ സംഭവത്തോട് ജനങ്ങൾക്ക് ഒരു ചെറിയ അതൃപ്തി ഉണ്ടായി തുടങ്ങിയിരുന്നു. അത് മനസ്സിലാക്കിയായിരിക്കും ബിനോയ് വിശ്വം ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തതല്ലേ? 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് പറയുന്നത് ഇവരോട് ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായാണ് പറഞ്ഞത്. 10 വർഷത്തെ നിങ്ങളുടെ ഭരണവിരുദ്ധ വികാരം തെറ്റായിരുന്നു. അത് പക്ഷേ ഇവരോട് മുഖത്ത് നോക്കി പറയാൻ ഒരു മുന്നണിയിലെ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു നേതാവ് എന്ന നിലയ്ക്ക് ബിനോയ് വിശ്വം ഒരുക്കമായിരുന്നില്ല. ഈ 10 വർഷം ഇദ്ദേഹം കാത്തിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഭരണത്തിൽ നിന്നിറങ്ങാൻ കാത്തിരുന്നു ഓരോ കാര്യങ്ങൾ പറയാൻ. ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അല്ലെങ്കിൽ ഇതുപോലെ ചോദിച്ച് വാങ്ങാൻ തരത്തിലുള്ള ആർജവം അപ്പോഴാണ് വന്നത്. കാരണം അധികാരത്തിൽ ഇരിക്കുന്ന ഒരു പിണറായി വിജയൻ എന്ന നേതാവിനെ അല്ലെങ്കിൽ CPM-നെ ചോദ്യം ചെയ്യാൻ സഹകക്ഷിയായ CPI-ക്ക് പോലും പേടിയാണ്. കാരണം അവർ ശരിക്കും അവിടെ അപ്രസക്തരാണ്. കേരളത്തിൽ CPI എന്ന പാർട്ടി അപ്രസക്തരാണ്. എന്തെങ്കിലും പ്രസക്തരാവണമെങ്കിൽ അത് ഭരണം വരണം. അധികാരത്തിൽ വന്നാൽ മാത്രം. ഇപ്പോൾ LDF-ന്റെ സഖ്യകക്ഷി ആയതുകൊണ്ട് തന്നെ അധികാരത്തിൽ ഉള്ളത് കൊണ്ടാണ് CPI-ക്ക് കുറച്ചെങ്കിലും വിലയുള്ളത്. ഇല്ലാത്ത പക്ഷം പ്രതിപക്ഷത്താണെങ്കിൽ ആരെങ്കിലും ഇവരെ തിരിഞ്ഞു നോക്കൂ. അപ്പോൾ അതെല്ലാം മനസ്സിൽ കണ്ടിട്ടാണ് ബിനോയ് വിശ്വത്തിന്റെ ആ ഒരു പ്രതികരണം. എങ്കിലും പിണറായി വിജയനെ അല്ലെങ്കിൽ ആ ഒരു CPM എന്ന പാർട്ടിയെ വെറുപ്പിക്കാതെയാണ് ആ ഒരു അഭിപ്രായം പറഞ്ഞത് തന്നെ. രൂക്ഷമായി മറ്റെല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന CPI ഇതിൽ ഏറെ ഒരു മൃദുത്വം പാലിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ ഈ ED അന്വേഷണത്തോടെ, ഈ ED റെയ്ഡോടെ നമുക്കൊരു കാര്യം മനസ്സിലായി. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തം പിണറായി വിജയൻ LDF ഭരിച്ചു വെച്ചേക്കും. അതായത് LDF എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കൈക്കുള്ളിലാണെന്ന്. കാരണം ഡൽഹിയിൽ വരെയാണ് ഇതിനെതിരെ പ്രതിഷേധം നടന്നത്. അപ്പം LDF-ൽ മൊത്തം, അല്ലാതെ CPM എന്ന പാർട്ടിയിലെ രാജാവ് തന്നെ പിണറായി ആണെന്ന് നേതാക്കൾ തന്നെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ് CPM-ന്റെ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഈ പാർട്ടിയുടെ മുന്നോട്ടുള്ള സഞ്ചാരം എങ്ങനെയായിരിക്കണമെന്നുള്ള ഒരു ചർച്ചയെല്ലാം ഡൽഹിയിൽ നടന്നപ്പോൾ ജനറൽ സെക്രട്ടറിയായ MA ബേബിക്കൊപ്പം ഇദ്ദേഹവും അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയനും എല്ലാം പങ്കെടുത്തിരുന്നു. ഡൽഹിയിലെത്തുമ്പോൾ അവിടെ ഒരു മുഖ്യമായിട്ടുള്ള CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം. പക്ഷെ കേരളത്തിലേക്ക് നോക്കുമ്പോൾ ഒരു മുൻ മുഖ്യമന്ത്രി, കൂടാതെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു CPM നേതാവ്. അപ്പോൾ അതിൻ്റെതെല്ലാമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യം അദ്ദേഹത്തിനുണ്ടാവും. ഇപ്പോൾ ബംഗാളിൽ ചെന്നാലും അവിടുത്തെ CPM നേതാക്കൾ ഇദ്ദേഹത്തെ സ്വീകരിക്കും. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലോ പോലുള്ള സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കാൻ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടെ നടന്നുപോയ പിണറായി വിജയനെ ആർക്കും അറിയില്ല, അല്ലെങ്കിൽ ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയക്കാത്ത പിണറായി വിജയനാണ് ഞാൻ എന്നെല്ലാം സംസാരിച്ചത് നമ്മളെല്ലാം കേട്ടതാണ്. കാരണം ഇദ്ദേഹം ചെന്ന് കൂടുന്നിടത്ത് അല്ലെങ്കിൽ ഇതുപോലെ CPM പ്രവർത്തകരുണ്ടെങ്കിൽ ആ ഒരു CPM പ്രവർത്തകർക്കെല്ലാം ഇദ്ദേഹമാണ് ഏറ്റവും വലിയ നേതാവ്. കേരളത്തിലാണ് ഏറ്റവും അവസാനമായി ഈ ഒരു CPM അല്ലെങ്കിൽ LDF ഭരണം എറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ 5 വർഷത്തിന് ശേഷം UDF-ന് ശേഷം LDF ആണ് നേതൃനിരയിലേക്ക് വരുന്നതെങ്കിൽ ഒരുപക്ഷെ അടുത്ത മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുതിർന്ന നേതാവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ പിണറായി വിജയൻ തന്നെയായിരിക്കും. CPI-ൽ ഇതിനെപ്പറ്റി ഒരു ഇത് വന്നു. ബിനോയ് വിശ്വം ഇപ്പോൾ പറഞ്ഞല്ലോ. പിന്നെ ഈ CPM-ൽ ഓരോരുത്തരായിട്ട് ഇനി സംസാരിച്ച് തുടങ്ങുമായിരിക്കില്ലേ ഇതിനെപ്പറ്റി? ഇല്ല, CPM-ൽ ഇതിനെക്കുറിച്ച് ഈ നമ്മൾ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ അതിലൊരു പുനഃപരിശോധന അതിലൊന്നും ആരും പ്രതീക്ഷിക്കരുത്. ഒരു മലയാളികളും CPM-മാരുടെ കയ്യിൽ നിന്നും വീഴ്ച പറ്റിയെന്ന് പറയും എന്ന് ഒരു കാരണവശാലും വിചാരിക്കരുത്. ഇപ്പോൾ സ്വരാജ് വരെ പറഞ്ഞത്, ഇപ്പോൾ ആ ഒരു കാറെല്ലാം അടിച്ചു പൊളിക്കുന്നു അല്ലെങ്കിൽ ഡ്രൈവറുടെ തലയ്ക്ക് അകം മർദ്ദിക്കുന്നതും എല്ലാം നമ്മൾ വിഷ്വലിൽ കണ്ടതാണ്. അത് പല ആംഗിളിൽ, അത് അവരുടെ എത്രമാത്രം അക്രമാസക്തരായിരുന്നു എന്നത് എല്ലാവരും കണ്ടതാണ്. പക്ഷെ എന്നിട്ടും ആ ഒരു സ്വരാജ് പറയുന്ന എന്താണെന്ന് വെച്ചാൽ അത് തികച്ചും ശക്തി കുറഞ്ഞ ഒരു പ്രതിഷേധമായിരുന്നു. അതായത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഷേധം, അതിൽ കവിഞ്ഞതൊന്നും ഉണ്ടായിട്ടില്ല. എന്തിനാണ് ഇത്രയും വലിയ പ്രതിഷേധം ഉണ്ടായത്? മാസപ്പടി കേസിൽ ഇവരുടെ ഹർജി തലേ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു. അതിന്റെ പേരിൽ ഇഡിക്ക് അനുവാദം കിട്ടി വീട് റെയ്ഡ് ചെയ്യാൻ. അപ്പൊ അതനുസരിച്ചാണ് ഇവർ വന്നത്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോപ്പർ ചാനൽ വഴി വന്നതാണ്. അല്ലാതെ മേളിൽ ഹെലികോപ്റ്ററിലൂടെ ഇറങ്ങി വീടിന്റെ ഓട് പൊളിച്ച് അകത്തളത്തേക്ക് ഇറങ്ങിയതല്ല. പ്രോപ്പർ ചാനൽ വഴി തന്നെ വന്നതാണ്. അത് ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല.
ഇതിനു മുമ്പ് പല റെയ്ഡും പല ചോദ്യം ചെയ്യലും എല്ലാം കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും കേരളം കത്തിയിരുന്നില്ല. കാരണം കേരളത്തിലെ കത്തിച്ചിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കത്തിയത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ ആ ഒരു പരാജയം അല്ലെങ്കിൽ ആ ചളുപ്പ് മാറ്റണം, അല്ലെങ്കിൽ ആ പാർട്ടിക്കുള്ളിലെ ഭിന്നത മാറ്റണം എന്നുള്ള ഒരു ലാക്ക് മുൻനിർത്തിയാണ് അത്രയും വലിയൊരു കലാപം ഉണ്ടാക്കിയത്. അപ്പം ED റെയ്ഡ് വന്നത് VD സതീശൻ മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രിയോട് പറഞ്ഞതിന്റെ പേരിലാണെന്ന് പറഞ്ഞ് ഇവർ കുറെ പറഞ്ഞായിരുന്നു. VD സതീശൻ ഇതിനെ പരിഹസിക്കുകയും ചെയ്തു. ഈ ബിനോയ് വിശ്വത്തോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പം ഇതിനെപ്പറ്റി സംസാരിക്കാൻ അങ്ങേര് തയ്യാറായില്ല. അപ്പൊ ബിനോയ് വിശ്വത്തിന് തന്നെ മനസ്സിലായി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു ഡീൽ ഇല്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങിയല്ലേ. അതായത് പിണറായി കേന്ദ്രവുമായിട്ട് ഏറ്റവും ബന്ധമുണ്ടായിരുന്ന മുൻ മുഖ്യമന്ത്രിയായിട്ടായിരുന്നു. കാരണം ഓരോ പോക്കിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അജണ്ടകളെല്ലാം പ്രധാനമന്ത്രിയായിട്ടും മുഖ്യമന്ത്രി സംസാരിച്ചു എന്നൊരു വാദം വന്നാൽ അതിനെ തള്ളിക്കളയാൻ ഒരാൾക്കും കഴിയില്ല. അതുപോലെ തന്നെയാണ് ഇതും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി VD സതീഷിനെതിരെ വന്ന ആ മേനോൻ പോലുള്ള പദപ്രയോഗം ഉൾപ്പെടുത്തിയുള്ള വർഗീയ പ്രചരണങ്ങളെല്ലാം. അതായത് ഇവർക്ക് എന്തും പറയാമെന്നുള്ള ഒരു സ്റ്റാൻഡാണ്. ആ ഒരു 1000 കുടത്തിന്റെ വാ മൂടിക്കെട്ടാൻ പക്ഷെ ഒരു മനുഷ്യന്റെ വാ മൂടിക്കെട്ടാൻ കഴിയില്ല എന്നുള്ള ഒരു ചൊല്ലറിയാലോ. അപ്പൊ അതുപോലെയാണ് ഇതുപോലെ ലക്ക് കെട്ടിയ അല്ലെങ്കിൽ ലക്ക് വിട്ട കുറെ മനുഷ്യരുള്ള ഒരു പാർട്ടിയാണ് CPM. അവർക്ക് എന്തും അഴിമതി കാണിക്കാം, അല്ലെങ്കിൽ എന്തും പറയാം, എന്തും ചെയ്യാം. പക്ഷെ നമ്മളെ വിമർശിക്കരുത്. വിമർശിച്ചാൽ അത് നിങ്ങൾ വർഗീയവാദിയാവും, അല്ലെങ്കിൽ രാഷ്ട്രത്തിന് അല്ലെങ്കിൽ വർഗവഞ്ചനാകും, മറ്റെന്തുമാവും, കുലംകുത്തിയാവും.